കടുത്തുരുത്തി ബൈപ്പാസ് റോഡിന്റെ പ്രവേശന കവാടങ്ങളിൽ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കടുത്തുരുത്തി ITC ജംഗ്ഷൻ മുതൽ ബ്ലോക്ക് ജംഗ്ഷൻ വരെയുള്ള ബൈപ്പാസ് റോഡ് 35 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. റോഡിൽ വാഹനങ്ങളുടെ തിരക്കേറുന്ന സാഹചര്യത്തിൽ ITC ജംഗ്ഷനിലും ബ്ലോക്ക് ജംഗ്ഷനിലുമുള്ള പ്രവേശന കവാടങ്ങളിൽ റൗണ്ടാനയും ട്രാഫിക് സിഗ്നൽ സംവിധാനങ്ങളും വേഗനിയന്ത്രണ സംവിധാനങ്ങളും വേണമെന്ന് ആവശ്യമുയരുകയാണ്. ബൈപ്പാസ് റോഡിൽ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ എത്രയും വേഗം ഏർപ്പെടുത്തണമെന്ന് BJP നേതാവ് അശ്വന്ത് മാമലശ്ശേരി ആവശ്യപ്പെട്ടു. 25 വർഷക്കാലം എടുത്ത് എല്ലാ രീതിയിലുള്ള പഠനങ്ങളും സമയമെടുത്ത് പൂർത്തീകരിച്ച ഒരു ബൈപ്പാസാണ് നമ്മുടെ പിന്നിൽ കിടന്ന ഈ കടുത്തുരുത്തി ബൈപ്പാസ്. ഈ കടുത്തുരുത്തി ബൈപ്പാസ് നിർമ്മാണം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന MLA തന്നെയാണ് ഇത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഒരു കേരളത്തിലെ ജലവിഭവ മന്ത്രിയായിട്ടുള്ള ശ്രീ മോൻസ് ജോസഫ്. നമുക്കെല്ലാവർക്കും അറിയാം, ഉദ്ഘാടനം, അതായത് ഒരു ബൈപ്പാസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുന്നതിന് മുന്നേ തന്നെ സഞ്ചാരികൾ വാഹനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു കടുത്തുരുത്തി ബൈപ്പാസിലൂടെ. അന്നു മുതൽ എന്നാണോ വാഹനങ്ങൾ ഓടി തുടങ്ങിയത് അന്നു മുതൽ കടുത്തുരുത്തി ബൈപ്പാസിൽ അപകടങ്ങൾ ഒരു തുടക്കതയാണ്. എന്നാണോ തുടങ്ങിയ മുതൽ ഇന്നേ ദിവസം വരെ അപകടങ്ങൾ തുടക്കതയാണ്. നമുക്കറിയാം, ഈ റോഡിലേക്ക് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു ലൈറ്റോ ഒരു സ്പീഡ് ലിമിറ്റോ ഒന്നും തന്നെ ഇല്ല. ബൈപ്പാസിലൂടെ, അതായത് കടുത്തുരുത്തി മെയിൻ ജംഗ്ഷനിലൂടെയും ബൈപ്പാസിൽ ചെന്നെത്തുന്ന ബ്ലോക്ക് ജംഗ്ഷനിലേക്കും പോകുന്നതിന് വാഹനങ്ങൾ തിരിയുന്നതിന് വേണ്ടിയുള്ള ഒരു ദിശാ ബോർഡുകൾ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യമായിട്ട് ഈ കടുത്തുരുത്തി ബൈപ്പാസിന് വേണ്ട റൗണ്ടാന സ്പീഡ് ലിമിറ്റ്, ഈ രണ്ട് ആവശ്യങ്ങൾ, അതായത് ഈ ബൈപ്പാസ് തുടങ്ങുന്നതിന് ഈ കടുത്തുരുത്തി IT സെക്ഷൻ തൊട്ട് താഴെ ഈ പുളിഞ്ഞോട് ജംഗ്ഷൻ ഇവിടെ ഒരു റൗണ്ടാനയും, ഒപ്പം കടുത്തുരുത്തി ബ്ലോക്ക് ജംഗ്ഷൻ, അതായത് ഈ ബൈപ്പാസ് അവസാനിക്കുന്ന കടുത്തുരുത്തി ബ്ലോക്ക് ജംഗ്ഷനിലും അവിടെയും ഒരു റൗണ്ടാന അനിവാര്യമായ കാര്യമാണ്. അത് കടുത്തുരുത്തിയുടെ ഏറെ ആരാധനയുള്ള MLAയും കേരളത്തിന്റെ മന്ത്രിയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആവശ്യം തന്നെയാണ്. ഇവിടെ അപകടങ്ങൾ തുറക്കഥയാണ്. ഇവിടുത്തെ ജനങ്ങൾ അലയുകയാണ്. കാരണം ഇവിടെ ഓരോ വണ്ടിയിൽ ഇടിക്കുമ്പോഴും ആംബുലൻസ് വന്ന ആളുകൾ ആശുപത്രിയിൽ എത്തിക്കുന്നതല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ ബൈപ്പാസിന് അനിവാര്യമായ ഒരു ആവശ്യങ്ങൾ നിറവേറ്റിയില്ല എങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധം BJPയുടെ ഭാഗത്തുണ്ടാകും. റോഡ് സുരക്ഷയുടെ ഭാഗമായി ഇവയെല്ലാം ക്രമീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അത് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ജൂലൈ 19 ജനങ്ങൾക്കായി തുറന്നു നൽകിയ റോഡിൽ ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്.